അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കേരള മുസ്ലിം നവോത്ഥാന ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന മക്തി തങ്ങളെയും മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവായ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വക്കം മൗലവിയെയും ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ആജിയെയും കെ എം മൗലവിയെയും സീതി സാഹിബിനെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കെ ഉമർ മൗലവിയും അടക്കമുള്ള മഹാരഥന്മാരായ വ്യക്തിത്വങ്ങൾ വഹിച്ച പങ്ക് പറയാതെ നവോത്ഥാനത്തിന്റെ ചരിത്രം പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് ഇരുട്ടിൽ നിന്ന് കൂരാക്കുരുട്ടിലേക്ക് സമുദായത്തെ തള്ളിവിട്ട പുരോഹിതന്മാർ അവരുടെ 100ാം വാർഷികം ആഘോഷിക്കാനിരിക്കെ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച് പലവിധ അവകാശവാദങ്ങളും ഉന്നയിക്കുകയാണ്. മദ്രസകൾ ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ, അതേപോലെ മറ്റ് സംഘടനകൾ വരുന്നതിന് മുമ്പ് തന്നെ സുന്നത്ത് ജമാഅത്തിന് കേരളത്തിൽ മദ്രസകൾ ഉണ്ടായി. യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച് പലവിധ അവകാശവാദങ്ങളും ഉന്നയിക്കുകയാണ്. 14,000-ൽ പരം പ്രാഥമിക മതപാഠശാലകൾ മദ്രസകൾ സ്ഥാപിച്ചു. സമസ്ത ഇത് സ്ഥാപിച്ച് മുന്നോട്ട് പോയി. ഇത് കണ്ടിട്ടാണ് മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ മദ്രസ പ്രസ്ഥാനം തുടക്കം കുറിച്ചത്. സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ ജാഗരൂക. കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ വെള്ളം ചേർക്കുകയാണ്. ചരിത്രം അറിയാത്തവരോ ചരിത്രം മറന്നുപോയവരോ അല്ല പൊതുസമൂഹം എന്ന തിരിച്ചറിവ് പോലും ഈ പുരോഹിതന്മാർക്ക് ഇല്ലാതെ പോയി. അന്താരാഷ്ട്ര ഭാഷയാണ്, പഠിക്കാതെ മാറി നിൽക്കരുത്, പഠിച്ചില്ലെങ്കിൽ പുറകിലേക്ക് പോകുമെന്ന് ബോധ്യപ്പെടുത്തി അതിനോട് വെറുപ്പോടെ നിന്നിരുന്ന ഒരു തലമുറയെ, ഒരു കാലഘട്ടത്തെ വിദ്യാഭ്യാസമാണ് ഏറ്റവും മുഖ്യമായ കാര്യം. സാമൂഹ്യമായ മതപരമായ പിന്നോക്കാവസ്ഥയിൽ നിന്നും നമ്മുടെ നാടിനെയും സമുദായത്തെയും മുന്നിലേക്ക് കൊണ്ടുവരാൻ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ ഒരു ഇൻസ്ട്രുമെന്റ് ആകേണ്ടത് എന്ന് കേരളത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെയും പഠിപ്പിച്ചത് മുജാഹിദ്. അവരുടെ സ്റ്റേജിൽ നിന്ന് പോലും യാഥാർത്ഥ്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നവോത്ഥാന നായകന്മാർ എന്നും നമ്മുടെ ജനതയെ ഓർമ്മിപ്പിച്ചത് ഇതായിരുന്നു: വിജ്ഞാനത്തിൻ്റെയും ആധുനികതയുടെയും ലോകത്തു നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആർക്കും മുന്നോട്ടു പോകാനാവില്ല എന്ന സന്ദേശം അത് അവതരിപ്പിച്ചു. കേരളത്തിൽ മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ഏറെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത്തരമൊരു വളർച്ചയ്ക്ക് അടിസ്ഥാനമായി തീർന്നത് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയതും വിദ്യാഭ്യാസം സൗജന്യമാക്കിയതും മറ്റുമാണ്. ഇതിൻ്റെ അടിത്തറയിൽ മുസ്ലിം സമുദായത്തിനകത്ത് വളർന്നു വന്ന നവോത്ഥാനപരമായ ആശയങ്ങളും ഇതിന് സഹായകമായി. അത്തരം പ്രവർത്തനങ്ങൾക്ക് പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും മുന്നിട്ടിറങ്ങി എന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നു. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പ്രവർത്തനവും മുസ്ലിം വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിൽ വിസ്മരിക്കാനാവുന്നതല്ല. മദ്രസ വിദ്യാഭ്യാസ രംഗത്താണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം നടന്നത്. മതവിഷയങ്ങൾക്ക് പുറമെ ഗണിതശാസ്ത്രം, തത്വശാസ്ത്രം, തർക്കശാസ്ത്രം, ഭൂമിശാസ്ത്രം, ജീവശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. മലയാള ഭാഷയ്ക്ക് വലിയ പരിഗണനയാണ് അദ്ദേഹം നൽകിയത്. 1823 തിരുവിതാംകൂർ ജനിച്ച വക്കം മൗലവിയുടെ പ്രവർത്തനവും നാം ഓർക്കേണ്ടതാണ്. ഒരു കാലത്ത് വാശിയോടെ എതിർത്ത പലതും ഇന്ന് ആവേശത്തോടെ നടത്തുന്ന പുരോഹിതർ ചരിത്രം വളച്ചൊടിക്കാനും പച്ച നുണകൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെക്കാനും യാതൊരു മടിയും കാട്ടുന്നില്ല. അള്ളാഹു തൃപ്തിപ്പെട്ട ഏക സംഘടന അത് സമസ്ത മാത്രമാണ് എന്ന് സംഘടന കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമുള്ളൂ. പേരിലും രൂപത്തിലും ഒരുപോലെയുള്ളവർ പോലും ഇതിൽ പെടില്ല എന്നും പറഞ്ഞു വെക്കുന്ന പുരോഹിതർ നമ്മളോട് യോജിച്ചാൽ മാത്രം പോരാ, അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം. ആശയം സുന്നി ആശയം എന്ന് പറഞ്ഞ പ്രവാചകന്റെ പേരിൽ പറഞ്ഞ പച്ചക്കളവുകൾക്ക് കയ്യും കണക്കുമില്ല. കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല സ്റ്റേജുകളിലും പല മജ്ലിസുകളിലും പ്രവാചകൻ വരാറുണ്ട് എന്ന് വരെ പറഞ്ഞു. കോളേജിലെ ഒരു പ്രൊഫസർ എന്നോട് സംസാരിച്ചു കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. ഞാൻ ഒരിക്കൽ കുഞ്ഞിപ്പള്ളിയിൽ സിയാറത്ത് കഴിഞ്ഞ് കിടക്കുമ്പോൾ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. എനിക്ക് ആകെ ഒരു ഡൗട്ട്, എന്നോട് സംസാരിച്ചതൊക്കെ
കുഞ്ഞിപ്പള്ളിയിലെ ആ ഹൗലും കരയിൽ കൂടെ റസൂലുള്ളാഹി കയറി വന്നു. എന്നോട് നല്ല പ്യൂർ സ്കോട്ടിഷ് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അങ്ങനെ റസൂലുള്ളാഹി സംസാരിക്കുമോന്ന് ചോദിച്ചു. റസൂലുള്ളാഹി അറബിയിലല്ലേ സംസാരിക്കേണ്ടത്, നല്ല സ്കോട്ടിഷ് ഇംഗ്ലീഷിലും സംസാരിച്ചു. എത്ര മജ്‌ലിസുകളിലാണ് മുത്ത് റസൂലുള്ളാഹി ഹാജറായത്. ഇപ്പോഴതാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹിനെ നേരെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ട 4-ലേറെ ആളുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ എനിക്ക് പരിചയമുണ്ട്. വിശ്വസ്തരാണ് ഞാൻ പറയുന്നത്. ഇതൊരു ചെറിയതായി കാണരുത് മുഅ്മിനീങ്ങൾ. നമുക്ക് തങ്ങളൊന്ന് കാണണം. ഉറക്കത്തിൽ കണ്ടവർക്ക് 100-ലേറെ ആളുകൾ, ചെറുതും വലുതുമായി, ചെറിയ മക്കൾ കണ്ടത്, സ്ത്രീകൾ കണ്ടത്, പുരുഷന്മാര് കണ്ടത്, എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞവരും എന്റെ അരികിൽ വന്ന് പറഞ്ഞവരും ഞാൻ അവരെ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞവരും കുറെ തങ്ങൾ വന്നു പറഞ്ഞു, തങ്ങൾ വന്നു പറഞ്ഞു, തങ്ങൾ വന്നു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ നബിയെ എനിക്ക് നല്ലൊരു പെണ്ണിനെ തങ്ങൾ കല്യാണാക്കി തരണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചിത്രം കാണിച്ചു കൊടുത്ത് കല്യാണം ചെയ്ത സംഭവങ്ങൾ എനിക്ക് 2 ആളുകളെ പരിചയമുണ്ട്. അതിൽ നാടന്മാരുണ്ട്, മൂല്യമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂലുമായി അല്ലാഹു നമുക്ക് ബന്ധം നൽകട്ടെ. ഇങ്ങനത്തെ ഒരു നേതാവിന് അല്ലാഹു ലോകത്തിന് കൊടുത്തിട്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് സങ്കടപ്പെട്ടാൽ ഉടൻ ഉറക്കത്തിൽ വരില്ലേ, അല്ലെങ്കിൽ അതിന് പരിഹാരം തരില്ലേ. എത്ര സംഭവങ്ങളാണ് കിതാബിൽ പറഞ്ഞത് 100 കണക്കിനുണ്ട്. അനുഭവങ്ങൾ നിങ്ങൾ ആളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് കഴിയും. അങ്ങനെ കാശിട്ടിയൊരാ കൂട്ടത്തിലുണ്ട്, പ്രയാസം തീർന്നവരാ കൂട്ടത്തിലുണ്ട്, രോഗം മാറിയൊരാ കൂട്ടത്തിലുണ്ട്, മന്ത്രിച്ചു കൊടുത്തവരാ കൂട്ടത്തിലുണ്ട്, സ്വലാത്ത് കൊടുത്തവരാ കൂട്ടത്തിലുണ്ട്. എത്രയാണ് സമൂഹത്തിലുള്ളത്. അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നവർ സുന്നിയല്ലെന്നും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്നാണ് ഇവർ വാദിക്കുന്നത്. ലോകം നിയന്ത്രിക്കുന്നത് മഹാന്മാരാണെന്ന് പറയാൻ പരിശുദ്ധ ഖുർആൻ പോലും ദുർവ്യാഖ്യാനിക്കാൻ ഒരു മടിയും കാട്ടിയില്ല ഈ പുരോഹിത വർഗം. അവരാണ് ഈ ലോകത്ത് നിയന്ത്രണം നടത്തുന്നത് എന്ന് പറഞ്ഞതാൽ അത് അബദ്ധമായി പോയി എന്ന് പറയുന്നത് നോക്ക്. വൽ മുദബ്ബിറാത്തി അംറൻ, പരിശുദ്ധ ഖുർആൻ. വൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ കൊണ്ട് സത്യം. അല്ലാഹു സത്യം ചെയ്യുന്ന പല പദ്ധതി നടക്കുന്നു. കാര്യം നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോൾ അതല്ലല്ലോ, അതൊന്നല്ലല്ലോ. നിയന്ത്രിക്കുന്നവർ ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വളരെ വിശദമായി പറഞ്ഞു, ഹും അർവാഹുൽ മുഅ്മിനീൻ. ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകൾ പോലും നിയന്ത്രിക്കുന്നത് ഇന്നാലിന്ന മഹാനാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും ഏത് ആവശ്യത്തിനായാലും മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വരെ പുരോഹിതന്മാർ പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് നമ്മളെല്ലാ കാര്യം വന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ അതവിടെ ഫത്ഹാകാതിരിക്കുകയില്ല. എന്ത് കാര്യമായാലും വേണ്ടിയില്ല, സാമ്പത്തികമായാലും വേണ്ടിയില്ല, ശാരീരികമായാലും വേണ്ടിയില്ല, മാനസികമായാലും വേണ്ടിയില്ല, എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ഹാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എത്ര 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 അനുഭവങ്ങൾ. ഒരു അടിമ എന്നിലേക്കടുത്താൽ എന്ന് തുടങ്ങുന്ന കുദുസിയായ ഹദീസ് ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത് അള്ളാഹു കാണുന്നത് പോലെ കാണാനും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും, അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും, അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുവാനുള്ള കഴിവാണ് എന്നും ആ കഴിവ് ദിക്റിലൂടെയും ഫിക്റിലൂടെയും അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു വെക്കുകയാണ്. ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്. വല്ല നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായുകൂണ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുൽ ആലം തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്. മഹാന്മാരുടെ ദറജ ഉയർന്ന് അബ്ദ് എന്നതിൽ നിന്നും വിട്ട് അള്ളാഹു പറയുന്നത് പോലെ പറയുന്നു, അഥവാ തീരുമാനമെടുക്കാനുള്ള അധികാരം അവർ നേടിയെടുത്തിട്ടുണ്ട്. അൽ ഹുർരിയത്തുൽ വഹബിയ എന്നാണ് ഔലിയാക്കന്മാർ അതിനെ പറ്റി പറയാ. ആ സ്ഥാനത്തേക്ക് എത്തിയാലോ, ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ വലിയ ഞാന് എന്നേ പറയൂ. ആ ഞാന് അള്ളാഹു ആയിരിക്കും.
അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അള്ള പറയേണ്ടതൊക്കെ ഇങ്ങനെ പറയാ ചെയ്യുക. അള്ളാഹുവിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് തന്നെ അവർ ആവർത്തിച്ചു വാദിച്ചു. മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിലും ഹദീസിലും നിരവധി തെളിവുകളുണ്ട് എന്ന് പാമര ജനതയെ അവർ പറഞ്ഞു പറ്റിച്ചു. അതിനവർ ഖുർആനും ഹദീസും പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചു. ദുർബല റിപ്പോർട്ടുകളും കള്ളക്കഥകളും തെളിവുകളായി സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചു. മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, അത് പറയാൻ എന്തിനാണ് ഇത്ര പ്രയാസം എന്നുവരെ എഴുതി വെച്ചു. പാവപ്പെട്ടവന്റെ അറിവില്ലായ്മയെ മുതലെടുത്ത് ജാറ വ്യവസായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ഉറൂസ്, ആണ്ട്, നേർച്ച തുടങ്ങിയ വ്യത്യസ്ത പേരുകൾ നൽകി ഉത്സവങ്ങൾ നടത്തിയും അല്ലാതെയും പ്രാർത്ഥനാ സദസ്, ബുർദ മജ്ലിസ്, ഷാദുലി റാത്തീബ്, മൗലിദ് സദസ്, കുത്തുബിയത്ത് തുടങ്ങിയ ആത്മീയ മജ്ലിസുകളും അറിവിനിലാവ്, മദനിയം, നൂറെ ഹബീബി തുടങ്ങിയ ഓൺലൈൻ ഓഫ്ലൈൻ ആത്മീയ മജ്ലിസുകൾ സംഘടിപ്പിച്ചും ആത്മീയ ചൂഷണം ചെയ്യുകയാണ് പൗരോഹിത്യം. ഇതിന്റെ മറവിൽ വൻ സാമ്പത്തിക ചൂഷണം മാത്രമാണ്. മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്ക് എന്നും കീറാമുട്ടികളായി നിലകൊള്ളാറുള്ള സമസ്ത മുസ്ലിയാക്കന്മാർ പുരോഗമനത്തിന് വഴിവെക്കുന്ന എല്ലാ മാർഗങ്ങളും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. ഇങ്ങനെ ചൂഷകന്മാരായിട്ടുള്ള മുസ്ലിയാക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് വിശുദ്ധ ഖുർആനാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഖുർആനിനേക്കാളും ഹദീസുകളെക്കാളും ഒക്കെ വലുത് തങ്ങളുടെ ഹോജരാജാക്കന്മാരുടെ വാക്കുകൾക്കാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച പുരോഹിതർ സമുദായത്തെ ഖുർആനിൽ നിന്നും അകറ്റി. ഖുർആനിൽ നിന്ന് ഒരു ആയത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്, അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല എന്നൊക്കെയായിരുന്നു അവർ സമൂഹത്തെ പഠിപ്പിച്ചു വെച്ചത്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെല്ലാം സമുദായത്തെ പിന്നോക്കം വലിച്ചവരാണ് പൗരോഹിത്യം. ഭൗതിക വിദ്യാഭ്യാസ മേഖലകളിൽ പണ്ഡിത വേഷധാരികൾ നടത്തിയ ഫിത്ന ചില്ലറയൊന്നുമല്ല. നല്ല മലയാളത്തിൽ പഴക്കം പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലോ എന്ന് പ്രാർത്ഥിച്ചവർ മലയാളത്തിന് ആരിനെഴുത്ത് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പ്രചരിപ്പിച്ചവർ ഇന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വരെ സ്വന്തമായി നടത്തുകയാണ്. സ്ത്രീകളെ പള്ളിയിൽ തൊട്ട് ജുമാ ജമാഅത്തിൽ നിന്ന് മാത്രമായിരുന്നില്ല അവർ തടഞ്ഞിരുന്നത്. ഒരു കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസത്തെ എതിർത്തവർ സ്ത്രീകൾ കയ്യക്ഷരം പഠിക്കൽ അത് ഹറാമാണെന്ന് മണ്ണാറക്കാട് വെച്ച് പ്രമേയം വരെ പാസാക്കിയിരുന്നു. ഇന്ന് നിരവധി വനിതാ കോളേജ് വരെ അവർ നടത്തുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തെ മാത്രമല്ല അവർ എതിർത്തിരുന്നത്, മദ്രസാ പ്രസ്ഥാനത്തെയും അവർ ശക്തമായി എതിർത്തിരുന്നു. ഒരു കാലത്തുള്ള തജഅലുൽ ബാനീന, മദ്രസ വഴിയിൽ ലാ തഅല്ലമൂന, ജഹന്നമിന്റെ ആഖിറിലെ മീമ, മദ്രസയുടെ ആഖിറം ജഹന്നമ എന്നുവരെ പാടിയിരുന്നു. എന്നാൽ ഇന്ന് നിരവധി മദ്രസാ സ്ഥാപനങ്ങളാണ് അവർ സ്വന്തമായി നടത്തിപ്പോരുന്നത്. സുഹൃത്തുക്കളെ, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലത് മാത്രം ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. നവോത്ഥാന ചരിത്രം, അസ്തിത്വവും അട്ടിമറിയും. സുഹൃത്തെ, ചിലത് നാം അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. യാഥാർത്ഥ്യങ്ങളെ എത്ര തന്നെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും സത്യം തെളിഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. അപ്രഖ്യാപിത അടിമത്വത്തിന്റെ ചങ്ങലക്കെട്ടുകളാൽ ബന്ധിതരായ മുസ്ലിം സമൂഹത്തെ ആദർശബന്ധിതമായ നവോത്ഥാന സംരംഭങ്ങളിലൂടെ സമസ്ത മേഖലകളിലും അഭിമാനാർഹമായ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അഹോരാത്രം യത്നിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നവോത്ഥാനത്തിൻ്റെ 105 വർഷങ്ങൾ എന്ന ടൈറ്റിലിൽ 2026 ജനുവരി 25 ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ കാസർഗോഡ് സന്ധ്യാരാഗം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചരിത്ര സെമിനാർ സംഘടിപ്പിക്കുകയാണ്. പ്രഗത്ഭ പണ്ഡിതന്മാരും നേതാക്കളും സംബന്ധിക്കുന്ന സെമിനാറിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരിക്കൽ കൂടി പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ കുടുംബത്തോടൊപ്പം പ്രോഗ്രാമിൽ പങ്കെടുക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.